ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ ബെറ്റർ ആണോ ഈ വർഷം, ഇന്നലത്തേക്കാൾ ബെറ്റർ ആണോ ഇന്ന്, ഇതേ ഞാൻ നോക്കണ്ടോ. മറ്റുള്ളവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം, അവർ നമ്മളെ അംഗീകരിക്കണം. ആക്സെപ്റ്റൻസും അംഗീകാരവും ലൈക്കും ഇഷ്ടവും ഒക്കെ മറ്റുള്ളവരുടേത് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നമ്മളതൊരു റിജക്ഷൻ പോലെയാണ് കണക്കാക്കുന്നത്. പഴയ പ്രണയം എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന സാധനം പലപ്പോഴും നമ്മൾ അവിടെ മിസ് ചെയ്യുന്നത് ആ വ്യക്തിയെ ആയിരിക്കില്ല, അത് നമുക്ക് തന്ന ആ ഫീലാണ്. ആഴത്തിലുള്ള വേദന മുറിവാണെങ്കിൽ അതിന് സമയം വേണം, അതിനെ ഹീൽ ചെയ്യാൻ അനുവദിക്കുക. ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ തൊട്ട് നോക്കിക്കൊണ്ടേയിരുന്നാൽ അത് ഉണങ്ങില്ല. യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഈ കൺട്രോളിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പ്രണയത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹത്തിലായിരിക്കുമ്പോൾ അവിടെ രണ്ടു പേർക്കും ഗ്രോത്ത് ഉണ്ടാവും. ബ്രേക്കപ്പിന് ശേഷം പ്രണയമായാലും വിവാഹമായാലും പിരിഞ്ഞതിന് ശേഷം നമുക്ക് സുഹൃത്തുക്കളായിട്ടിരിക്കാൻ പറ്റും, പക്ഷെ അവിടെ ക്ലോസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ പീപ്പിൾ പ്ലീസേഴ്സ് ആവുന്നത് എന്ന് വെച്ചാൽ അത് കണ്ടീഷനിങ് തന്നെയാണ്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആർ ദിവ്യശ്രീ. നമസ്കാരം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എന്നാൽ പുറത്തു പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭയമാണ്. അതായത് ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു സ്ലീവ്ലെസ് ആയിക്കോട്ടെ, ഒരു നല്ല ഡ്രസ്സ് ആയിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, അല്ലെ സൗഹൃദങ്ങളായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് നമ്മൾ പുറത്തേക്ക് പറയാൻ നമ്മൾ ചിലപ്പോൾ ഭയക്കാറുണ്ട്. അതതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ്. ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പുറത്തു വരാൻ വേണ്ടി പറ്റുക? എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടുള്ള ജീവിതമാണ്. എന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ ഒതുക്കി പിടിച്ചിട്ടാണ് നമ്മൾ പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണമുണ്ട്, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടത്. അതായത് നമ്മൾ എപ്പോഴും നമ്മളെ, അതായത് സൈക്കോളജിയിൽ സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയും, നമ്മളെ വിലയിരുത്തുന്നത് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണെന്ന് പറയും. അപ്പം മറ്റുള്ളവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം, അവർ നമ്മളെ അംഗീകരിക്കണം. ആക്സെപ്റ്റൻസും അംഗീകാരവും ലൈക്കും ഇഷ്ടവും ഒക്കെ മറ്റുള്ളവരുടേത് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നമ്മളതൊരു റിജക്ഷൻ പോലെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ ആളുകൾ റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് അത്ര സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്നത് എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ധാരണയുണ്ട്, നമ്മൾ വിചാരിക്കുന്ന എല്ലാം കറക്റ്റാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പക്ഷേ എപ്പോഴും ഫാക്റ്റ് ആവണമെന്നൊന്നുമില്ല, എൻ്റെ തോന്നൽ മാത്രമാവാം. അപ്പം മറ്റുള്ളവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഞാൻ ചിലപ്പോൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം എല്ലാവരും സ്വന്തം ജീവിതമായിട്ട് തിരക്കിലാണ്, അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് നമ്മളെ നോക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനെയാണ് ശരിക്കും ഈ സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുക. നമ്മൾ സ്പോട്ട് ലൈറ്റിലാണെന്ന് നമ്മൾ ധരിക്കുകയാണ്, പക്ഷേ അത് റിയാലിറ്റി അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടെ ചിന്തയിൽ വരുന്നൊരു എററാണ്, ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയും അതിനെ. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് വേർത്ത് ഉണ്ടല്ലോ, അതായത് എൻ്റെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന കാര്യം മറ്റൊരാൾ എന്നെ അംഗീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ അഭിനന്ദിക്കുന്ന സമയത്ത് കൂടുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുമ്പോൾ ഞാൻ കൊള്ളാമെന്ന് എനിക്ക് തോന്നും. ഇതിൻ്റെ നേരെ മറിച്ച് മറ്റൊരാൾ എന്നോട് അത്ര താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന്, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കിട്ടുന്നില്ല, റെക്കഗ്നീഷൻ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ എൻ്റെ സെൽഫ് എസ്റ്റീം താഴെ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ സെൽഫ് വേർത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയനിലാണ് ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വിട്ടിട്ട് നമ്മൾ കുറേ കൂടെ സെൽഫ് ആക്സെപ്റ്റൻസ് ശീലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണത്. അതായത് ഞാൻ ഇതാണ്, എൻ്റെ വാല്യൂസ് ഇങ്ങനെയാണ്, എൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ സ്വന്തം തീരുമാനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഈ പ്രശ്നം കുറേയേറെ മാറിക്കിട്ടും. പിന്നെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ എവല്യൂഷണറി പെർസ്പെക്റ്റീവിലൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് ഹ്യൂമൻ എന്ന് പറയുന്നത് പണ്ട് കൂട്ടമായി ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ കൂട്ടമായി ജീവിക്കുന്ന ആളുകളിൽ ഒരാളെ റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ സർവൈവൽ റിസ്ക് ഉണ്ട്. അതായത് ആ ഗ്രൂപ്പ് എന്നെ പുറന്തള്ളുന്നു, അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇത് കാലക്രമേണ വരുമ്പോൾ ഇപ്പോൾ ആക്ച്വലി ഈ സോഷ്യൽ റിജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ത്രെട്ടനിങ് ഒന്നും അല്ല, പക്ഷേ ആ പണ്ടത്തെ ആ ഓർമ്മ നമ്മുടെ ബ്രെയിനുണ്ടെന്നും അത് ഈ പറയുന്ന റിജക്ഷൻ വരുമ്പോൾ പഴയതുപോലെ അയ്യോ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് പേടിക്കുന്നതെന്നും പറയുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതിന്. അപ്പോൾ ഇതിനെ ഏറ്റവും ആത്യന്തികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയനേക്കാൾ മുകളിലാണ് എൻ്റെ സെൽഫ് വർത്ത് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിച്ചു തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, നമുക്ക് നമ്മുടെ വീട്ടുകാരോട് ദേഷ്യം ഉണ്ടാവും, ചില അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവിടുന്ന് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ അപ്പം
ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്, ഇപ്പം നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എപ്പോഴും ദുരിതമാണ് അല്ലെങ്കിൽ സങ്കടമാണ്, അല്ലെങ്കിൽ ചില ഫാമിലീസ് നമുക്കറിയാമല്ലോ ഭയങ്കര മോശമായിട്ടായിരിക്കാം ആളുകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഫാമിലി ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നാൽ കളയുക തന്നെ വേണമെന്ന്. അപ്പം നമുക്ക് വീട്ടുകാരോട് തോന്നുന്ന ആ ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണോ? വീട്ടുകാരോട് തോന്നുന്ന അകൽച്ച എന്ന് പറയുന്നത്, അതായത് അത് ചില സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അതായത് അഡോളസൻസിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് ഇത്തരം ഒരു അകൽച്ചയും ഒരു എതിർപ്പും ഒക്കെ വരുന്നത് വേറൊരു കാര്യമാണ്. അല്ലാതെ മറ്റൊരു തലത്തിലും അതിനെ നമുക്ക് കാണാം. അഡോളസൻസിൽ എന്ന് പറയുന്നത് നമ്മൾ അതുവരെ കുട്ടിയായി ജീവിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ആ വീടിൻ്റെ ഭാഗമാവുകയും അതോടൊപ്പം നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ദേഷ്യം എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ആങ്കർ എന്ന് പറയുന്നതിന് നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതൊരു ഹ്യൂമൻ്റെ ഒരു പ്രൈമറി ഇമോഷനിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ആങ്കർ നമ്മുടെ വീട്ടുകാരോട് നമുക്ക് വരാം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരോട് വരാം, സുഹൃത്തുക്കളോട് വരാം, ആരോട് വേണേലും വരാം. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു നീഡ് മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറി ആൾക്കാർ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നീതിപൂർവമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ആൾക്കാർ മാറി പെരുമാറുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു ജസ്റ്റിസ് ഇല്ല, ഒരു അൺഫെയർ ആയിട്ട് എന്തോ നടക്കുന്നു എന്ന് പറയുന്നൊരു തോന്നൽ വരും. ഈ അൺഫെയർ ആയിട്ടൊരു കാര്യം നടക്കുന്നു എന്ന് തോന്നുകയും അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവുകയും ചെയ്യും. ഈ ഡിസപ്പോയിൻമെൻറ്റിൽ അത് കൂടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ആങ്കറായിട്ട് വരും, ദേഷ്യമായിട്ട് വരും. ഇതാണ് ഉണ്ടാവുക. പലപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഈ ആങ്കറിൻ്റെ അകത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ സങ്കടമായിരിക്കും. സങ്കടം എന്ന് പറയുന്ന ഒരു സാധനത്തെ ആൾക്കാർ മറികടന്ന് പലപ്പോഴും ആങ്കറായിട്ടൊക്കെ കാണിക്കാറുണ്ട്. ഇനി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ആങ്കറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ കാര്യമുള്ളത്, എങ്ങനെയാണ് നമ്മളെ സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ പാരൻസിനോട് എതിർത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ നല്ല കുട്ടികൾ ദേഷ്യപ്പെടില്ല, ഇത്തരത്തിൽ നമ്മളെ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ വ്യത്യസ്തമാകുമ്പോൾ ഇങ്ങനെ പറയുവാണെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ദേഷ്യം വരും. ഓക്കെ, ഈ ആങ്കറിൻ്റെ കൂടെ ഇങ്ങനെയൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ ഞാൻ ചെയ്തത്, അപ്പം ഞാൻ ദേഷ്യപ്പെട്ടു പോയി എന്ന് അറിയുന്നതിൻ്റെ ഒരു ഗിൽറ്റും കൂടെ വരും. അപ്പോൾ ഫാമിലിയുടെ കേസ് വരുമ്പോൾ ആങ്കറും പ്ലസ് ഗിൽറ്റാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആങ്കർ എന്ന് പറയുന്ന സാധനം സപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് എതിർപ്പുകളുണ്ട് അല്ലെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, ഈ ദേഷ്യത്തെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ സപ്രസ് ചെയ്ത് അടിച്ചമർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി അവിടുന്ന് ഡിറ്റാച്ച്ഡ് ആയി പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ പോലെ വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ മാനസികാരോഗ്യത്തെ അത് ബാധിക്കും. എന്നാൽ ഇത് നമ്മൾ ഭയങ്കര അഗ്രസീവായിട്ട് ഇത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബന്ധങ്ങളെ അത് തകർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് കുറേ കൂടെ ഹെൽത്തി ആയിട്ട് ഈ ആങ്കറിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേ ഒന്ന് വ്യത്യാസമാക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് നമ്മൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് എനിക്കത് വിഷമാണ്, അല്ലെങ്കിൽ അത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്, എനിക്കത് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നടക്കണമെന്നാണ് എന്ന രീതിയിൽ നമ്മളെ കുറേ കൂടെ മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാര്യമായി ഉപയോഗിക്കുന്നവരാണ്. മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ നമ്മൾക്ക് അസൂയ തോന്നുന്നു. അതായത് കമ്പാരിസൺ അവിടെ നടക്കുന്നു. ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരാൾ പുതിയ കാറ് വാങ്ങുന്നു, പുതിയ വീട് വെക്കുന്നു, ഇല്ലെങ്കിൽ അവരുടെ മാരേജ് ലൈഫ്, അല്ലെങ്കിൽ അവരുടെ പ്രണയം നന്നായി പോകുന്നു, ജോലിയിൽ അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഒരു അസൂയ തോന്നുകയും നമ്മൾ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഉണ്ടാകുന്നു, നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നൊരു താരതമ്യം വരും. ഇത്തരത്തിലുണ്ടാകുന്ന അസൂയയുടെ അടിസ്ഥാനം എന്താണ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സോഷ്യൽ കമ്പാരിസണിൻ്റെ കാര്യം. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനു മുമ്പും, അതായത് ഈ അസൂയ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ജലസി എന്ന് പറയുന്ന സാധനം വളരെ നോർമലായിട്ട് ആളുകൾക്ക് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ കമ്പാരിസൺ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ എന്നെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ എൻ്റെ മൂല്യം ഞാൻ നിശ്ചയിക്കുന്നത് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അപ്പം പണ്ട് നമ്മളത് കമ്പയർ ചെയ്തിരുന്നത് മേ ബി നമ്മുടെ അടുത്ത്, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള നമ്മുടെ അയൽക്കാർ അല്ലെങ്കിൽ നമ്മളുടെ ആ ചെറിയൊരു ഏരിയയിലുള്ള ആളുകളുമായിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് കൂടി. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് ആക്ച്വലി ഒത്തിരി എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ ജീവിതമാണ്. ഇപ്പോൾ ക്രിസ്റ്റീന ഒരു സാരി എടുത്തൊരു ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, ആ ഫോട്ടോ കണ്ടു അതുപോലെ തന്നെ ക്രിസ്റ്റീന പോസ്റ്റ് ചെയ്യുമോ?
ഇല്ല. നമ്മളത് നോക്കി ഞാൻ കൊള്ളാം ഇതിനകത്ത് നിന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അതിൽ വേണ്ടുന്ന ഫിൽറ്റർ ഇടുന്നു, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നു. അതിന് ശേഷം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇതിട്ടാൽ എനിക്ക് ലൈക്കുകൾ കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതേ സാരി കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ക്രിസ്റ്റീനയുടെ ഈ ഫോട്ടോ കാണുന്നത്. ഞാൻ അത് വെച്ച് നോക്കുന്ന സമയത്ത് അത്രയും ഭംഗിയില്ല. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എത്ര എടുത്തിട്ടും ക്രിസ്റ്റീനയുടെ ആ ഫോട്ടോയുടെ ഭംഗി വരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ എന്നെ കാണാൻ കൊള്ളില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോ കാര്യത്തിലും, ഇതൊരു ഫോട്ടോയുടെ കാര്യം മാത്രമല്ല, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കണ്ടന്റുകൾ നോക്കിയാൽ അറിയാം. ഒന്ന് ലക്ഷറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നോക്കി, അല്ലെങ്കിൽ ആളുകൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ പിന്നെ ഒന്നുകിൽ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ 40 കഴിഞ്ഞ ഒരു സ്ത്രീ അല്ലെ 50 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ നോക്കും, അവരുടെ ഫിറ്റ്നസ് നോക്കിയിട്ട് എങ്ങനെയാണ് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു കണ്ടന്റ് നമ്മൾ കാണുകയാണ്. ഇത് തുടരെ വരികയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 40 50 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിലെല്ലാവരും അങ്ങനെയാണോ? അല്ല. പക്ഷേ അവരുടെ ആത്മവിശ്വാസം തകരും. അങ്ങനെ ധാരാളം കേസുകൾ ഞാൻ കാണുന്നുണ്ട്. വളരെ നന്നായിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല ജോലിയിൽ നിൽക്കുന്ന പെൺകുട്ടികൾ വന്നിട്ട് എനിക്ക് എന്നെ കാണാൻ കൊള്ളില്ല എന്ന് തോന്നുന്നു മാം, എൻ്റെ ബോഡി ഇമേജ് ഭയങ്കര മോശമാണ് എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഒരു വലിയ റീസൺ ഇതാണ്. അപ്പോൾ സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ വിലയിരുത്തുകയും നമ്മളെ അങ്ങനെ, അതായത് ഒരു എന്താ പറയുക, താഴ്ത്തിക്കെട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ സെയിം കാര്യം ഇവിടെ. നമ്മുടെ വേർത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇതുമായി കണക്ട് ചെയ്യുന്നിടത്താണ് ഈ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരാളോട് മത്സരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യമില്ല ഈ കാര്യത്തിലൊന്നും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ ബെറ്ററാണോ ഈ വർഷം, ഇന്നലത്തേക്കാൾ ബെറ്ററാണോ ഇന്ന്, ഇതേ ഞാൻ നോക്കണ്ടോ. അല്ലാത്തടത്തോളം എനിക്ക് ഒരിക്കലും ഈ ലോകത്തുള്ള എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാമെന്ന് പറയുന്നത് നടക്കില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത് പറഞ്ഞ സമയത്ത്, എന്ന് വെച്ചാൽ എന്നെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കാലത്ത് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഇമേജുകൾ, വീഡിയോകൾ പെൺകുട്ടികളുടെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്, അയ്യോ എന്നെ കാണാൻ തീരെ ഭംഗിയില്ല. പിന്നെ കാരണം എനിക്ക് കൊറിയൻ ഗ്ലാസ് സ്കിൻ ഇല്ല, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന തരത്തിലുള്ള ഐബ്രോസ് ഇല്ല, അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഷാർപ്പായിട്ടുള്ള ഫീച്ചേഴ്സ് ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ ഒട്ടും ഭംഗിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്കൊന്ന് ഒരു വീഡിയോ ഇടണമെങ്കിൽ, അയ്യോ എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ തോട്ട് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തു. എന്നിട്ട് എൻ്റെ സ്ഥലം കണ്ണൂരാണ്. അപ്പോൾ ഞാൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് എൻ്റെ ചേച്ചിയുടെ മോളുണ്ട്, അവളെയും കൂട്ടി ഒരു ദിവസം ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 6:30 കൂടിയിട്ട് ബസ്സിൽ കയറി. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ട്രാവൽ വരുന്ന ഒന്ന് ഓട്ടോ അല്ലെങ്കിൽ കാറിലോ അങ്ങനെയൊക്കെയാണ്. പണ്ട് ഉപയോഗിച്ചിരുന്ന അത്രയും ബസ് യാത്ര ഇപ്പോൾ ഇല്ല. മനഃപൂർവ്വം തന്നെ ബസ്സിലൊന്ന് കയറി ട്രാവൽ ചെയ്യുന്ന സമയത്ത് വൈകുന്നേരത്തെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ഒരുപാട് ആളുകൾ, ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ, ഇവരൊക്കെ വന്ന് നമ്മുടെ അടുത്തിരിക്കുന്നുണ്ട്, പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവരെയൊക്കെ നോക്കിയപ്പോൾ ഇവർക്കൊന്നും കൊറിയൻ ഗ്ലാസ് സ്കിൻ ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷാർപ്പ് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ വളരെ ഹാപ്പി ആയിട്ടുള്ള മനുഷ്യർ തന്നെയാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ പല ക്ലയൻസിൻ്റെ അടുത്തും പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അമ്മയും ചേച്ചിയൊക്കെ ഒന്ന് നോക്കുക, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ നോക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ കൂടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെ ഒന്ന് നോക്കുക, അവരെയൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ആക്ച്വലി ഇത് നമ്മൾ സോഷ്യൽ മീഡിയ നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന അതൊരു ഹൈലൈറ്റ് റീലാണ് നമ്മൾ കാണുന്നത് ആളുകളുടെ. നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ബിഹൈൻഡ് ദ സീനുമായിട്ടാണ്. അവിടെയാണ് പ്രോബ്ലം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രണയം, ജീവിതത്തിൽ പ്രണയിക്കാത്തവരുണ്ടാവില്ല, പക്ഷേ പ്രണയം ബ്രേക്കപ്പ് ആവുന്നതും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ്, വിവാഹശേഷവും പഴയ പ്രണയത്തിൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പഴയ എക്സ് ലവറും ഇപ്പോഴത്തെ പങ്കാളിയുമായി കമ്പയർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഇത് എത്രത്തോളം കുടുംബജീവിതത്തെ ബാധിക്കും? ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഹാപ്പിനെസ്സിനെയൊക്കെ ബാധിക്കാനുള്ളൊരു സാധ്യതയില്ലേ? ഓക്കെ, അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, പഴയ പ്രണയത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാവുക എന്ന് പറയുന്നതും, 2 കമ്പാരിസൺ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് 2ആയിട്ട് തന്നെ കാണാം. അതായത് പഴയ പ്രണയത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാവുക എന്ന് പറയുന്നിടത്ത്, ഈ ഓർമ്മകളെ സംബന്ധിച്ചിടത്തോളം അതിന് ശരിക്കും ഒരു ബയോളജിക്കൽ ബേസ് ഉണ്ട്. അതായത് നമ്മൾ ഒരാളുമായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ, അതിൻ്റെ ഡെപ്ത് എത്രമാത്രം ഉണ്ടോ അവിടെ കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ
ഇപ്പോൾ റിവാർഡ് ഹോർമോണായിട്ട്, അതായത് ഡോപ്പമിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ബോണ്ടിങ് സ്ട്രെങ്തൻ ചെയ്യുന്ന ഓക്സിറ്റോസിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ മെമ്മറിയുടെയൊക്കെ സിസ്റ്റംസ് ആയിട്ടുള്ള അമിഗ്ഡല, ഹിപ്പോക്യാമ്പസ്, ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ഒരു ന്യൂറൽ പാത്ത് വേ ഉണ്ടാവുകയും ചെയ്യും നമ്മളൊരാളുമായിട്ട് വളരെ ആഴത്തിലുള്ളൊരു ബന്ധം ഉണ്ടാക്കുന്ന സമയത്ത്. നമ്മൾ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഈ ന്യൂറൽ പാത്ത് വേ ഡിലീറ്റ് ആയി പോകുന്നില്ല, ഇതവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ചില ഘട്ടങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആകുമ്പോൾ, ഇനി ഒന്നുമല്ല, ചിലപ്പോൾ ചില ഗന്ധങ്ങൾ അല്ലെങ്കിൽ ചില പാട്ടുകളൊക്കെ ഈ മെമ്മറിയെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ബയോളജിക്കലായിട്ട് തന്നെ നമുക്കതിനെ കാണാം. അപ്പോൾ അതുകൊണ്ട് പഴയ പ്രണയത്തിൻ്റെ ഓർമ്മ വരുന്നു എന്നുള്ളതൊരു തെറ്റാണ് എന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. അത് വരും, അത് നോർമലാണ്. ഇനി വേറൊരു കാര്യം അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു നൊസ്റ്റാൾജിയ ബയസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാസ്റ്റ് മെമ്മറിയെ നമ്മുടെ ബ്രെയിൻ എഡിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ പെയിൻ, അതായത് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ ബ്രേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനിനെ ഇത് സോഫ്റ്റൻ ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഹൈലൈറ്റ് ചെയ്യും. അതായത് കൂടിയ ഇൻറ്റൻസിറ്റി ആയിട്ടും കുറഞ്ഞ പെയിനായിട്ടും അല്ലെങ്കിൽ ഒരു സുഖമുള്ള വേദനയായിട്ടും നമുക്ക് തോന്നും. അതോടൊപ്പം നമ്മൾ തമ്മിലുണ്ടായിരുന്ന സ്വരച്ചേർച്ചകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ എന്താ നമ്മുടെ മനസ്സിലുണ്ടാവുക? നല്ല സുഖമുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. ആക്ച്വലി പഴയ പ്രണയം എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന സാധനം പലപ്പോഴും നമ്മൾ അവിടെ മിസ് ചെയ്യുന്നത് ആ വ്യക്തിയെ ആയിരിക്കില്ല, അത് നമുക്ക് തന്ന ആ ഫീലാണ്. ആ ഫീലിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കൊതിയും ഈ പറയുന്ന നൊസ്റ്റാൾജിയ ബയസും ഒക്കെ കൂടിയാണ് നമ്മളെ പഴയ ബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഒരു പാർട്ട്. ഇത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആക്ട് ചെയ്യുക, അതായത് അങ്ങനെ ഒരു ഓർമ്മ വരിക എന്ന് പറയുന്നതും ബിട്രയലുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് വരാം. പക്ഷെ അത്തരം ഓർമ്മ വരുമ്പോൾ നമ്മൾ പിന്നീട് അത് നമ്മുടെ കറണ്ട് പാർട്ട്ണറുമായിട്ട് ആ പഴയ വ്യക്തിയെ കമ്പയർ ചെയ്യുക, ആ ബന്ധത്തെ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അപകടമുള്ള കാര്യമാണ്. കാരണം ഈ ഓർമ്മ വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ തുടരെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻറ്റിമസിയുടെ കുറവുണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറിൽ നമ്മൾ സീനാണ്, ഹേർഡാണെന്ന് തോന്നുന്നില്ലേ, എന്തോ ഇവിടെ കുറവുള്ളത് കൊണ്ടാണോ ഞാൻ മറ്റിടത്തേക്ക് വീണ്ടും നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ മറ്റിടത്തേക്ക് നോക്കുന്നതല്ല നമ്മുടെ വിഷയം, ഇവിടെയാണ് പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ വർക്ക് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇത്തരത്തിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോവുകയേ ഉള്ളൂ. കാരണം നമുക്ക് ഒരിക്കലും, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ നമ്മളൊരു പ്രണയത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തിരിച്ചു പോയാലും അത് ആ പഴയിടത്തേക്കായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മളും അവരും മൂവ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ തിരിച്ചുപോക്ക് പഴയ സ്ഥലത്തേക്കല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ഇതൊരു സോഫ്റ്റ് ഒരു ഫീലിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഈ പ്രണയം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അതിന്റെ വേദനകൾ മറക്കാൻ, അല്ലെ ആ വ്യക്തിയെ മറക്കാൻ ഉടൻ തന്നെ മറ്റൊരു ബന്ധത്തിലേക്കോ വിവാഹത്തിലേക്കോ കടക്കുന്ന ആളുകളുണ്ട്. ഇത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ്? അത് നമ്മുടെ ഉള്ളിലെ വേദനകളെ കൃത്യമായി ഹീൽ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആ സമയത്ത്, അതായത് ഒരു പ്രണയബന്ധം നമുക്ക് തരുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ ഡോപ്പമിൻ്റെ ഒക്കെ ഒരു റോൾ ഉണ്ട് അവിടെ. അപ്പോൾ അത് നമുക്ക് തരുന്ന, അതായത് ഒരു റിവാർഡ് പോലെ വർക്ക് ചെയ്യും, നമുക്ക് പ്ലഷർ കിട്ടുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ ഒരു സാധനത്തെ പെട്ടെന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ആ ഒരു സെയിം ഫീലിംഗ് വേണം എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് കാണുന്ന സോഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ആലോചനകളോ അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റുന്ന ആളാണെന്നുള്ളതോ കോമ്പാറ്റിബിലിറ്റി ഒന്നുമില്ല. നമ്മൾ കാണുന്ന ആളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുക. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ വേദന കൊണ്ട് നടക്കാൻ വയ്യ, അതാണ് പ്രശ്നം. എനിക്ക് ഈ വേദനയെ പെട്ടെന്ന് മറികടക്കുക, അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാമെന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുക വേണ്ട. ഹീലിംഗ്, നമ്മുടെ ശരീരത്തിലൊരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് ആഴമുള്ള മുറിവാണെങ്കിൽ അത് ഉണങ്ങാനായിട്ട് സമയമെടുക്കില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ വേദന അല്ലെങ്കിൽ മുറിവ് എന്ന് പറയുന്നതും. ആഴത്തിലുള്ള വേദന മുറിവാണെങ്കിൽ അതിന് സമയം വേണം, അതിനെ ഹീൽ ചെയ്യാൻ അനുവദിക്കുക. ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ തൊട്ട് നോക്കിക്കൊണ്ടേയിരുന്നാൽ അത് ഉണങ്ങില്ല. അതുകൊണ്ട് അതിനെ തൊട്ട് നോക്കാതെ ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം പൂർണ്ണമായി ഹീലായി എന്ന് മനസ്സിലായതിനു ശേഷം മാത്രം മറ്റൊരു ബന്ധത്തിലേക്ക് മൂവ് ചെയ്യുക.
അതുപോലെ സ്നേഹത്തിന്റെ പേരിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഭയങ്കര പ്രണയമാണെന്നാണ് അല്ലെങ്കിൽ സ്നേഹമാണെന്ന് അവർ അവകാശപ്പെടും. അത് സൗഹൃദത്തിലായിക്കോട്ടെ, പ്രണയത്തിലായിക്കോട്ടെ, വിവാഹ ജീവിതത്തിലായിക്കോട്ടെ. പക്ഷെ ഭയങ്കര നിയന്ത്രണങ്ങളായിരിക്കും. ഈ വസ്ത്രം ധരിക്കരുത്, ഈ സമയത്ത് ഫോൺ ചെയ്യരുത്, അല്ലെങ്കിൽ ഫോൺ എനിക്കും കൂടെ അറിയാവുന്ന ലോക്കുകൾ ഇടണം, അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ നമ്പറുകൾ, പിൻ നമ്പറുകൾ ഷെയർ ചെയ്യണം, ഇങ്ങനെ പറയുന്നത്. അപ്പം ഇത് ശരിക്കും സ്നേഹത്തിന്റെ പേരിലുണ്ടാകുന്ന ഒരു നിയന്ത്രണം തന്നെയാണോ? അത് കൺട്രോളിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത്, പക്ഷെ ഇപ്പൊ കുറെ ആളുകളൊക്കെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നത് നീ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറയുന്ന ഇത് മാത്രമാണ് നിയന്ത്രണം, നീ അങ്ങനെ ചെയ്യരുത്, പോകരുത്. പക്ഷെ കൺട്രോളിങ് എന്ന് പറയുന്നത് പല രീതിയിൽ ആളുകൾ ചെയ്യും. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞത്. അതായത് നീ എവിടെയാന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്യേ എന്ന് പറയുന്നത്. പിന്നെ നീ യാത്ര ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ മാത്രം യാത്ര ചെയ്താൽ മതി. ഈ കൺട്രോളിംഗ് എന്ന് പറയുന്ന പല രൂപത്തിൽ വരും. കെയറിങ്ങിൻ്റെ രൂപത്തിൽ വരും. അതായത് നിന്നെ വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്, അല്ലെങ്കിൽ നീ ഒരു പൊട്ടിയാണ്, നിനക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് എന്ന രൂപത്തിൽ വരും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ എന്നോട് എന്തൊരു കെയറാണ്. ഓക്കെ, ആ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ പലപ്പോഴും ലവ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അത്രയും ഇൻറ്റൻസ് ആയിട്ട് അവർ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഭയങ്കര സ്നേഹക്കൂടുതൽ കൊണ്ട് ചെയ്യുന്നതാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഈ കൺട്രോളിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ കൺട്രോളിങ് ഒത്തിരി കൂടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതായത് ഇപ്പോൾ എല്ലാവരും നിന്നെ ഓർത്താ ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്ന എല്ലാം കൺട്രോളിംഗ് ഒന്നും അല്ല. പക്ഷേ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, നിബന്ധനകൾക്ക് വിധേയരായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും. ആ ബുദ്ധിമുട്ട് തോന്നുമ്പോഴാണ് നമ്മളിത് തിരിച്ചറിയേണ്ടുന്നത്, എനിക്കിതല്ല വേണ്ടേ. അതായത് ഈ മനുഷ്യനെ എന്നല്ല, ഇത്തരത്തിലുള്ള ഒരു ജീവിതം അല്ലെ റിലേഷൻഷിപ്പ് അല്ല എനിക്ക് വേണ്ടത്. അവിടെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഓപ്പണായിട്ട്, ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്വയം ഒന്ന് ആലോചിക്കുക, എനിക്കിതിൽ ഏതൊക്കെ ഓക്കെയാണ്, ഏതൊക്കെ ഓക്കെ അല്ല. ഇപ്പോൾ ചിലത് നമുക്ക് ഓക്കെ ആയിരിക്കും, നമ്മളത് ആസ്വദിക്കുന്നുണ്ടാവും, ചിലത് അത് ആസ്വദിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് അത് തുറന്നു പറയാന്നുള്ളതാണ്. എനിക്ക് അത് ചെയ്യുന്ന താല്പര്യമില്ല എന്ന് പറയാം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡിസഗ്രിമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, കൺട്രോളിങ് എന്ന് പറയുന്നത് നേച്ചറായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന റെസ്പോൺസ് അത്ര നല്ലതായിരിക്കില്ല. അവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഒന്നുകിൽ ആ പറഞ്ഞതിൽ നമുക്ക് ഗിൽറ്റ് ഉണ്ടാക്കും, അത് പറഞ്ഞല്ലോ, എന്നാലും ഞാൻ ഇവളോട് അത് പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ഫീൽ നമ്മൾ തന്നെ ആ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ദേഷ്യപ്പെടും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം. അപ്പം അവിടെ സ്നേഹമാണ് അതിൻ്റെ ബേസെങ്കിൽ ഓക്കെ, ആ സ്പേസ് ഞാൻ കൊടുക്കണം എന്നുള്ളത് ആൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ അത് കൺട്രോളിങ് അവരുടെ നേച്ചറല്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അതുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഇതൊരു നേർത്ത നൂലിലുള്ള പരിപാടിയാണ്, ഇതൊരു ഞാണിന്മേൽ കളിയാണ്. അതുപോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഒറ്റപ്പെടലാണ് ജീവിതത്തിൽ കൂടുതലും എന്ന്. അപ്പം നമ്മൾ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ നമ്മളൊരു പ്രണയത്തിലേക്ക് പോകും. ചിലപ്പോൾ അതൊരു പ്രണയമാണോ, അത് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു വ്യക്തിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇതൊരു നല്ല ശീലമാണോ? അതായത് മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണ് സ്നേഹിക്കപ്പെടണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒറ്റപ്പെടാൻ വയ്യ എന്ന് പറയുന്നതൊക്കെ. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രണയമാണോ സ്നേഹമാണോ അതല്ല, വെറും നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ആണോ എന്നറിയാൻ ആ ബന്ധത്തെ നമ്മളൊന്ന് മാറി നിന്ന് നോക്കിയാൽ മതി. അതായത് പ്രണയത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹത്തിലായിരിക്കുമ്പോൾ അവിടെ രണ്ടു പേർക്കും ഗ്രോത്ത് ഉണ്ടാവും, പിന്നെ ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. അതായത് എനിക്ക് എൻ്റെതായ സ്പേസ് ഉണ്ടാവും. ക്രിസ്റ്റീന ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ക്രിസ്റ്റീനയുടെ സ്പേസ് ഉണ്ട്, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെല്ലാം സപ്പോർട്ടായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടെ ഒരാളുണ്ട്. ക്രിസ്റ്റീനയുടെ ജയത്തിലും തോൽവിയിലും എല്ലാം കൂടെ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ നിന്ന് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റിക്കൊന്നും സ്പേസ് ഇല്ല. എന്നാൽ ഈ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് മെയിൻലി ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസാണ് കാണാറ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ വ്യക്തി എന്നെ വിട്ടുപോയിക്കളയുമോ എന്ന് പറയുന്ന ഒരു നിരന്തരമായിട്ടുള്ള പേടിയാണ്. വിട്ടുപോയാൽ ഞാനെന്ത് ചെയ്യും, ഇയാൾ പോയി കഴിഞ്ഞാൽ ഞാനെന്ത്, എന്നെ ഉപേക്ഷിച്ച് കളയോ, അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുറകേ നടക്കുകയും റീഅഷുറൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നെ വിട്ടുപോകുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആക്ച്വലി സ്നേഹവും അറ്റാച്ച്മെൻറ്റും നമുക്കങ്ങനെ വേർതിരിക്കാൻ പറ്റുന്നൊരു സാധനമൊന്നുമല്ല. സ്നേഹമുള്ളിടത്ത് അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും. പക്ഷേ
സ്നേഹത്തിന് മുകളിൽ എൻ്റെ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. കാരണം ഈ റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇത് ആലോചിച്ചിട്ട് നമുക്ക് ടെൻഷനാണ്. ആക്ച്വലി നമ്മൾ സ്നേഹത്തിലാണെങ്കിൽ നമ്മൾ ഭയങ്കര കാമായിരിക്കും, ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും, സമാധാനമായിട്ട് നമുക്ക് പോകാൻ പറ്റും. ബിക്കോസ് ഒരാളാൽ പ്രണയിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു അനുഭവമാണ്, അല്ലാതെ അത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യണം. അത് ഒരു പക്ഷേ നമ്മുടെ ഇൻസെക്യൂരിറ്റി ആവാം, നമ്മുടെ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാവാം, എന്തെങ്കിലും ആവാം. അപ്പോൾ അത് ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്തിട്ട് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ നമ്മളെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ ഉണ്ടാവാം, വ്യക്തികൾ ഉണ്ടാകാം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാൻ പറ്റും? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നിൻ്റെ കൂടെയൊക്കെ എങ്ങനെ ജീവിക്കും എന്നൊരു ഡയലോഗ് ഇപ്പം നമ്മളോട് ഒരാൾ പറഞ്ഞാൽ, നമുക്ക് ഒത്തിരി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അത് നമുക്കുണ്ടാക്കുന്ന ട്രോമ വലുതായിരിക്കുമല്ലോ. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പുറത്തു വരേണ്ടത്? വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് ചില ആളുകളുടെ വാക്കുകൾ, ചില വ്യക്തികൾ തന്നെ ഇമോഷണലി ഡ്രെയിനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ, ഇത്രയും ആലോചിക്കുക. ഒരു വ്യക്തിയെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരാളാണ്, നമുക്കറിയുന്ന ഒരാളാണ്, അയാളെ നമ്മൾ കാണാൻ പോകുന്നു, അയാൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ടെൻഷൻ പോലെ ഫീൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ഒക്കെ ആവുകയാണെങ്കിൽ അയാളുടെ അടുത്ത് ഇന്ന കാര്യങ്ങൾ സംസാരിക്കുക, ഇന്ന കാര്യങ്ങൾ സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ. ഇത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിഗറുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തോന്നൽ നമുക്ക് തന്നെ വരും. അതിൻ്റെ അർത്ഥം ഈ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്ര സുഖമല്ല. അയാൾ എത്ര പ്രിയപ്പെട്ട ആളായാലും അയാൾ വന്ന് പോകുമ്പോൾ ഞാൻ ഡൗൺ ആവുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ചില ആളുകൾ ചിലരെന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർ പറയുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടി പറയുകയാണെന്നാണ്. ഓക്കെ, പക്ഷേ എത്ര നന്നാക്കാനെന്ന് പറഞ്ഞാലും ഇത് എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ അപ്പം നിന്നെക്കൊണ്ട് യാതൊരു ഗുണമില്ല, നിൻ്റെ ഫാമിലിക്ക് നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ, 5 പൈസയുടെ ഗുണമില്ല, ഇതിങ്ങനെ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കും. നീ ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല, നീ അവരെ കണ്ടുപിടി, ഇവരെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ തന്നെ ഒരു ഘട്ടത്തിൽ ആലോചിക്കും, ശരിയാണോ, അതായത് എന്നെക്കൊണ്ട് ആർക്കും ഒരു ഗുണമില്ലേ? ഇതൊക്കെ ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മറ്റ് ചിലരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യില്ല, ചിലർ തമാശയുടെ രൂപത്തിൽ പറയും. അതായത് നമ്മളെ ഭയങ്കര കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള തമാശകൾ പറയുക. ഇപ്പോൾ ബോഡി ഷെയിം ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയും. അതും ഇമോഷണലി അവരുടെ ആ തമാശ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ആക്ച്വലി ഡൗൺ ആവുക ചെയ്യുന്നത്. മറ്റു ചില ആൾക്കാർ എങ്ങനെ അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കുറേ പ്രശ്നങ്ങൾ നമ്മളോട് വന്ന് പറയും. അതായത് അവരൊരു കോൺസ്റ്റൻറ്റ് വിക്റ്റിമാണ്. ഓക്കെ, എനിക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വന്നിങ്ങനെ ഡംപ് ചെയ്യും അവരുടെ പ്രശ്നങ്ങൾ. എന്നാൽ തിരിച്ച് നിങ്ങളുടെ ഒരു പ്രശ്നം അങ്ങോട്ട് പറയാൻ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇതവർ റീഡയറക്റ്റ് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലത്തിലേക്ക് തന്നെ കൊണ്ടുവരും. എൻ്റെ അവസ്ഥ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും പറയും. അപ്പം നിങ്ങൾക്ക് അവിടെ എന്താ വെച്ചാൽ ഒരു സമാധാനം കിട്ടുമൊന്നുമില്ല. ഇങ്ങോട്ട് കേൾക്കുക മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും എന്താക്കും, നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പം ഇതെല്ലാം ഇമോഷണലി ഡ്രെയിനിങ് ആണ്. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെല്ലെ ഒരു ചെറിയൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇതിൻ്റെ അപ്പുറത്തേക്കേ ഞാൻ എടുക്കുകയുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കില്ല. തീർത്തും ഒഴിവാക്കാൻ പറ്റുന്ന ബന്ധങ്ങളാണെങ്കിൽ ഒഴിവാക്കിയേക്കുക. കാരണം അങ്ങനെ നമ്മൾ നിരന്തരം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ബന്ധം നമ്മൾ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പരമാവധി കുറയ്ക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പരമാവധി കുറയ്ക്കുക. അതല്ല നമുക്ക് ഇടപഴകിയേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഞാൻ ഇത്ര വരെ എടുക്കും, ഇത്ര വരെ എടുക്കില്ല എന്ന്. അതാണ് അവിടെ ചെയ്യേണ്ടുന്ന കാര്യം. പങ്കാളിയുടെ ഫോൺ പരിശോധിക്കുക എന്നത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ചിലർ പറയും, എനിക്ക് സ്നേഹക്കൂടുതലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ ഫോൺ നിരന്തരം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു, ആ കുടുംബത്തിൽ അല്ലെ ആ ബന്ധത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് ശരിക്കും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ, സംശയരോഗമുള്ളത് കൊണ്ടാണോ, അതോ സ്നേഹക്കൂടുതലായത് കൊണ്ടാണോ? ഓക്കെ, അതായത് ഇത്തരത്തിൽ ഈ ഫോൺ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ സംശയം, അത് ആ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം മാറ്റി വെച്ചാൽ പോലും നമ്മൾ വളരെയധികം ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ ഫോൺ പരിശോധനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്താണ് നമ്മളെ ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്റ്റിന് ഇവിടെ വന്നിരിക്കുന്നു, ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എടുത്ത് നോക്കാൻ തോന്നില്ല, അല്ലെ എൻ്റെ ഫോൺ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കത് എടുത്ത് നോക്കാൻ തോന്നില്ല, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഫോണുണ്ട്, നമ്മളത് നിരന്തരമായിട്ട് എടുത്ത് പരിശോധിക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട പ്രൈവസി അവിടെ ഉണ്ട് എന്നും ഞാൻ അനാവശ്യമായിട്ട് ഇത് എടുക്കേണ്ട കാര്യമില്ല എന്നും. അതറിയാത്തവരല്ല നമ്മൾ.
പക്ഷേ നമ്മുടെ പാർട്ട്ണറിൻ്റെ കേസ് വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്ത് നോക്കുന്നെങ്കിൽ മിക്ക കേസുകളിലും ഒരു സർട്ടൻ പീരീഡ് വരെ ആൾക്കാർ നോക്കുന്നുണ്ടാവില്ല. ഇതുപോലെ തന്നെ വിടും, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോൺ പോലെ വിടുന്നുണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ആണ് മെയിൻലി ഈ പ്രശ്നം അവിടേക്ക് വരുന്നത്. അത് ഒന്നുകിൽ നമ്മുടെ പങ്കാളിയിൽ അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള എന്തോ ഒരു സ്വഭാവത്തിലൊരു മാറ്റം കാണും, അല്ലെങ്കിൽ നമുക്ക് സംശയം തോന്നിപ്പിക്ക രീതിയിൽ എന്തോ ഈ പെരുമാറ്റത്തിലുള്ള കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. എന്താണ്, എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് പോയിട്ട് ഈ ഫോൺ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്, അതിലെന്തെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കൊരാശ്വാസമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ നോക്കുന്നു, അതിൽ തെളിവൊന്നും ഇല്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് അവിടെ ആശ്വാസമൊന്നും കിട്ടില്ല. ഒരു ടെമ്പററി റിലീഫ് കിട്ടും. എന്നാലും അടുത്ത പ്രാവശ്യം ഇത് വരുമ്പോൾ നമുക്ക് വീണ്ടും നോക്കാനുള്ള ടെൻഡൻസി വരും. കാരണം എന്താ, ഒരിക്കൽ നോക്കിയപ്പോഴാണ് ആശ്വാസം കിട്ടിയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കിയാൽ ആശ്വാസം കിട്ടും. ഇനി അവിടെ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാലോ, പിന്നെ അതോടുകൂടി അത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, പങ്കാളിയുടെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ മറ്റൊരാളുടെ നമ്മൾ നോക്കുന്നില്ലല്ലോ മറ്റാരുടെയും, അതേ സ്വാതന്ത്ര്യം നമ്മുടെ പങ്കാളിയും അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂ വന്നാൽ ഇപ്പുറത്തെ സൈഡിൽ ആരായിരുന്നാലും ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഈ മുറിവുണക്കുന്ന കാര്യമാണ്. അതായത് ഞാൻ ഓൾറെഡി ഒരു ബിട്രയൽ ചെയ്തു, അതിന് എൻ്റെ പാർട്ട്ണർ വേദനിക്കുന്നുണ്ട്, അവർക്കിപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്, അവർ റീഅഷുറൻസിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിന് പാസ്വേഡ് ഇടുകയും ഇല്ല, എൻ്റെ ഫോൺ നിനക്ക് തരികയും ഇല്ല എന്ന് പറയുന്നത് അത് ആ റിലേഷൻഷിപ്പ് കൂടുതൽ പ്രോബ്ലമാറ്റിക് ആക്കേ ഉള്ളൂ. അവിടെ കുറേ കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഹൈഡ് ചെയ്യാനൊന്നും ഇല്ല എന്ന് പറയുന്നതായിരിക്കും സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പം. അതുപോലെ നമ്മൾ കാണുന്ന ഒന്നാണ്, പങ്കാളികൾ രണ്ടുപേരും അവരുടെ ഫോണ്, ഇപ്പം നമ്മൾ രണ്ടും പങ്കാളികളാണെങ്കിൽ നമുക്ക് രണ്ടുപേരുടെ ഫോണ് സ്വന്തം ഫോൺ പോലെ ഉപയോഗിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവുന്നു. അങ്ങനെ കാണുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് മെസ്സേജ് അയക്കുന്നു, ആ സുഹൃത്തിന്റെ പങ്കാളി നിരന്തരം ഫോണ് ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ അയക്കുന്ന എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണെങ്കിൽ അത് ആ വ്യക്തി കൂടി അറിയുമല്ലോ. അപ്പം ഒരാളുടെ ഫോൺ മറ്റൊരാളുടെ ഇങ്ങനെ കൈകാര്യം, സ്വന്തം ഫോൺ പോലെ കൈകാര്യം ചെയ്യുന്നത് ഒരു ബന്ധം കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി സഹായിക്കും എന്നാണോ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ട്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂ വന്നാൽ പിന്നെ അവിടെ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി ഒന്നും ഉണ്ടാവില്ല ഫോണിൽ, പക്ഷെ അങ്ങനെ ചെയ്യുന്നത് സംശയം കൂട്ടും. അപ്പം അത് ആ ഒരു മുറി ഉണങ്ങുന്നത് വരെ നമ്മൾ എത്രത്തോളം സുതാര്യമാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. പക്ഷെ ഈ മാറ്ററിൽ വരുമ്പോൾ ക്രിസ്റ്റിനയുടെ ഫ്രണ്ടിന് ക്രിസ്റ്റിന അയക്കുന്ന ഒരു പേഴ്സണൽ മെസ്സേജ് ആണത്. അപ്പോൾ അതിൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഫ്രണ്ടിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത്തരത്തിലൊരു കാര്യം എൻ്റെ ഫോണിൽ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാതിരിക്കുക എന്നുള്ള സാഹചര്യം വേണം ഞാൻ ഉണ്ടാക്കാനായിട്ട്. ഇനി ഇത്തരത്തിലൊരു സംശയം ഓൾറെഡി ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു പാർട്ട്ണറാണെന്ന് വിചാരിക്കുക. ഇത്തരത്തിൽ അയക്കുന്ന ഒരു മെസ്സേജ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടണമെന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ സംശയിച്ചിരിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈപ്പർ വിജിലൻ്റ് ആവും. അതായത് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നോ, നമ്മുടെ എല്ലാ ചിന്തകളും ശരിയാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ പലപ്പോഴും അത് വെറും അസംഷൻസ് ആയിരിക്കും, തെറ്റായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ സംശയിക്കുന്ന ഒരു സമയത്ത് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ധാരണകൾ വേറെ വഴിക്ക് പോവുകയും അതാണ് ശരിയെന്ന് വിശ്വസിക്കുകയും എഗെയിൻ അത് കുറച്ചുകൂടെ പ്രോബ്ലത്തിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എപ്പോഴും റിലേഷൻഷിപ്പിൽ എന്തുമാത്രം നമുക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാം. കാരണം നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണത്, അല്ലേ? നമ്മുടെ കൂടെ എന്തിനും കൂടെയുള്ള ആളാണ്. അപ്പോൾ എത്രമാത്രം നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ പാർട്ട്ണറിൻ്റെ എല്ലാ ബന്ധങ്ങളെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ സെക്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ, ആ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ ഫ്രീ ആയിട്ടും വിട്ടാൽ മതി, അയാളുടെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ, എവിടെയും പറന്നു പോകുന്നില്ല. ആ പറന്നു പോകുമോ എന്ന് പറയുന്ന ആശങ്കയാണ് ഇവിടുത്തെ പ്രശ്നം. അത് നമ്മുടെ പ്രോബ്ലമാണോ അല്ല നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ബിട്രയലാണോ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളാണോ, നമ്മൾ എന്താണ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകയും അതിനെ ക്യൂർ ചെയ്യുകയും ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ബ്രേക്കപ്പിന് ശേഷം സുഹൃത്തുക്കളായി തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രണയമോ അല്ലെങ്കിൽ വിവാഹത്തിന് ഡിവോഴ്സിന് ശേഷമോ ഒരു സുഹൃത്തായി തുടരാൻ വേണ്ടിയിട്ട് സാധിക്കും? ഇവർക്കിടയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഓൾറെഡി വർക്കായിട്ടുള്ള ആളുകളാണല്ലോ. അപ്പം അത് പഴയതുപോലെ അല്ലാതെ ഒരു സൗഹൃദം ഉടലെടുക്കും അവിടെ? ബ്രേക്കപ്പിന് ശേഷം പ്രണയമായാലും വിവാഹമായാലും പിരിഞ്ഞതിന് ശേഷം നമുക്ക് സുഹൃത്തുക്കളായിട്ടിരിക്കാൻ പറ്റും. പക്ഷെ അവിടെ ക്ലോസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഹീലായിരിക്കണം.
നമ്മുടെ ആ പഴയ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ എന്ന് പറയുന്ന ഒരു ഹോപ്പ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രണ്ടു പേർക്കും പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായിരിക്കണം. അല്ലാതെ ഒരാൾക്ക് ഈ റിലേഷൻഷിപ്പ് ഇപ്പോഴും അത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നില്ല, ഒരു മുറിവ് നമുക്കുണ്ടെങ്കിൽ ആ മുറിവിനെ തൊട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് ആ മുറിവ് ഉണക്കില്ല. സോ പൂർണ്ണമായി ഉണങ്ങിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അവിടെ എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ ഫ്രണ്ടായിട്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അല്ലാതെ സ്വിച്ച് ചെയ്യുക, അതായത് വളരെ ഈസി ആയിട്ട് ഇന്ന് വരെ നമ്മൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ്, നാളെ മുതൽ നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. കൃത്യമായിട്ടുള്ള ഹീലിംഗ് അവിടെ നടക്കണം. ഇമോഷണലി രണ്ടുപേർക്കും അത് മനസ്സിലാവണം, പ്രാക്ടിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം, റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ കാര്യം എടുത്തതിന് ശേഷം, ഇപ്പോൾ ഒരു ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സിന് ശേഷം കൃത്യമായിട്ട് അവർ രണ്ടുപേരും അവരുടെ രണ്ട് ജീവിതങ്ങളായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന നല്ല മനോഹരമായ സൗഹൃദങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടാവും. പക്ഷേ അത് ഹീലിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ്. അപ്പോൾ അതിനുള്ളൊരു ഹീലിംഗ് പീരീഡ് വേണമെന്നേ ഉള്ളൂ. ആളുകളോട് നോ പറയാൻ മടിയുള്ള ആളുകളുണ്ട്. അത് പീപ്പിൾ പ്ലീസറായി ജീവിക്കുക. ഒരു പീപ്പിൾ പ്ലീസറാണ്, എല്ലാവർക്കും അവർ നല്ല വ്യക്തിയുമാകാം. പക്ഷെ ഒരു കാര്യം, അവരവരുടെ സന്തോഷത്തിന് വില കൊടുക്കാതിരിക്കുക, അവരുടെ മനസ്സമാധാനത്തിന് പരിഗണിക്കാതിരിക്കുകയൊക്കെയാണല്ലോ. എങ്ങനെയാണ് ഒരു വ്യക്തി നോ പറയാൻ പഠിക്കേണ്ടത്? അതായത് എങ്ങനെയാണ് നമ്മൾ ഈ പീപ്പിൾ പ്ലീസേഴ്സ് ആവുന്നത് എന്ന് വെച്ചാൽ അത് കണ്ടീഷനിങ് തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവരിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ നല്ല കുട്ടിയാവുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണം, എല്ലാവരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം, എല്ലാവരും നമ്മളെ അംഗീകരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞാനൊരു നല്ല വ്യക്തിയാവുള്ളൂ എന്ന് ഞാൻ ധരിക്കുകയാണ്. അപ്പോൾ ഈ നല്ല വ്യക്തി ആവാനായിട്ടുള്ള എൻ്റെ ശ്രമങ്ങളാണ് ആളുകൾ പറയുന്നതിനോടെല്ലാം യെസ് പറയുന്നത്, അല്ലെങ്കിൽ ആളുകളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനെന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഇവരോട് എതിരഭിപ്രായം ഉള്ളത് പറഞ്ഞാലും ഞാനായിട്ട് തന്നെ എൻ്റെ ആ ഒരു ഓതൻറ്റിസിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതുണ്ട്. എൻ്റെ അഭിപ്രായങ്ങൾ ചില കാര്യങ്ങളിൽ വ്യത്യാസമാണെന്ന് വെച്ചിട്ട് എന്നെ വെറുക്കുന്ന ആൾക്കാരെ എനിക്ക് എന്തിനാണ്, അല്ലേ? ഞാനായിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അവിടെ കാര്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരു പീപ്പിൾ പ്ലീസറാണ്, എന്നിട്ട് അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് തരുന്നുണ്ട്. അതായത് എനിക്കിപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞ് വന്ന് കിടക്കുമ്പോഴായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് കുടുംബക്കാർ വിളിക്കുന്നത്, അപ്പം തന്നെ ബൈക്ക് എടുത്തിട്ട് ഞാൻ പോവും കാരണം അവരോട് നോ പറയാൻ പറ്റില്ല എന്ന്. അതുപോലെ പല 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 സിറ്റുവേഷൻസിൽ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നെ സ്ട്രെസ്സാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിനി നോ പറയാൻ പഠിക്കണം. ആ നോ പറയാൻ പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങളിൽ നോ പറഞ്ഞു തുടങ്ങുക, ഡിസഗ്രിമെൻറ്റ് പറഞ്ഞു തുടങ്ങുക. ഇന്ന് എനിക്ക് 7 മണിക്ക് ശേഷം നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ വീക്കെൻഡ് ഞാൻ ഫ്രീ അല്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സോഷ്യൽ റിജക്ഷൻ്റെ കാര്യം, അപ്പം എന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പേടിയാണ്. ആ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല, എനിക്കത് ഭയങ്കര, അതായത് ചില ആളുകളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നും. അയ്യോ ഞാനങ്ങനെ പറഞ്ഞല്ലോ, ആ കുറ്റബോധം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ട ഒരിടത്ത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അത് വേണ്ടി, ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ മെസ്സേജൊക്കെ വരുമ്പോൾ ചില വിഷയങ്ങൾ വരുമ്പോൾ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, ഞാനത് പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ ഒരു ദിവസം മുഴുവൻ കളയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസഗ്രിമെൻറ്റ് വന്നാലും അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക. ആ അസ്വസ്ഥതയാണ് നമ്മുടെ പ്രോബ്ലം. ഈ അസ്വസ്ഥതയെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഡിസഗ്രി ചെയ്യാം, നോ പറയാം. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ പറഞ്ഞു നോക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതെ സ്വയം കൺട്രോൾ ചെയ്തിട്ട് മാനേജ് ചെയ്യുക. അതായത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ സമാധാനത്തിന് കൊടുക്കുന്നതാണ് എക്സ്പ്ലനേഷനൊക്കെ. അത് കൊടുക്കാതെ ഒന്ന് പോസ് ചെയ്യുക, നമ്മുടെ ഡിസഗ്രിമെൻറ്റ് പറയുക, ഒന്ന് പോസ് ചെയ്യുക, അപ്പുറത്തുനിന്ന് വരുന്ന മറുപടി എന്താണെന്ന് നോക്കുക. നമുക്കുണ്ടാകുന്ന നിരാശ, ഗിൽട്ട്, ഇതിനൊക്കെ നമ്മളൊന്ന് സ്വയം ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ പിന്നീട് മെല്ലെ 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 ഈ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് നോ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മലയാളികൾ നേരിടുന്ന കോമൺ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ പറഞ്ഞതെല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് മലയാളികളിൽ നിന്നൊന്നും ഇല്ല, സത്യത്തിൽ ഇത് എല്ലായിടത്തും എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു കളക്റ്റിവിസ്റ്റ് കൾച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരിക്കുകയും ഈ നാട്ടുകാരെന്ത് പറയും എന്ന് പറയുന്നതിൽ കുടുങ്ങിക്കിടക്കുകയും സ്വന്തം ഇഷ്ടങ്ങൾ വലുതും വേണ്ടാന്ന് വയ്ക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് വളരെ ചെറുപ്പം മുതൽ നോക്കിക്കഴിഞ്ഞാൽ
പല പ്രായത്തിലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് അറിയാം. ചെറുപ്പം തൊട്ടേ എനിക്ക് ഇന്നത് ഇഷ്ടമായിരുന്നു, എനിക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടമായിരുന്നു, ഡാൻസ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷേ അച്ഛന് പഠിക്കണം എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ അച്ഛന് ഇഷ്ടപ്പെടില്ലെങ്കിലോ എന്നോർത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഞാൻ ഏത് കോഴ്സ് എടുക്കണം എന്നാലോചിക്കുന്ന സമയത്ത് എനിക്ക് ഡാൻസിന് പോകാനായിരുന്നു താല്പര്യം. പക്ഷേ മെഡിസിനോ എഞ്ചിനീയറിങ്ങോ ആയിരുന്നു വേണ്ടത്. കാരണം എൻ്റെ ഫാമിലിയിൽ മൊത്തം അങ്ങനത്തെ പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത ആളുകളാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്കെല്ലാം നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഡിഗ്രി എടുക്കുന്നു. ഞാനൊരു ജോലിയിൽ ജോയിൻ ചെയ്യുന്നു. ഈ ജോലിയിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനെടുത്ത ജോലിയാണ്, പക്ഷേ ഞാനിവിടെ ഹാപ്പി അല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതെനിക്ക് വിട്ടു പോരാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ജോലി വിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ആരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. നമ്മൾ ഒരു വിവാഹബന്ധത്തിലേക്ക് കടക്കുന്നു. ചിലപ്പോൾ നമ്മൾ പ്രണയവിവാഹമായിരിക്കും, ആ വിവാഹത്തിലേക്ക് കടന്നു, നമുക്കവിടെ പൊരുത്തക്കേടുകൾ വരുന്നു, ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഞാനായിട്ട് എടുത്ത തീരുമാനമല്ലേ, എല്ലാവരും ഇനി എന്ത് പറയും എന്നോർത്ത് നമ്മൾ ആ ബന്ധത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ ഏത് പ്രായത്തിലും, അതായത് ചെറുപ്പം മുതൽ നമ്മൾ എത്ര വയസ്സാവുന്നത് വരെയും അവിടെ കുട്ടികളെ അടക്കം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ മറ്റുള്ളവർ എന്ത് പറയും എന്നത് ആലോചിച്ചിട്ട് നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യും. അപ്പം മറ്റുള്ളവർക്ക് കാണാനുള്ള ഒരു പെർഫോമൻസ് ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുകയാണ്. അത് മനസ്സിലാക്കുകയും നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ചെറിയ ചെറിയ താല്പര്യങ്ങൾക്കും അനുസരിച്ച് സ്വന്തം ജീവിതം മറ്റാർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് എനിക്ക് തോന്നുന്നു, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആരും കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റം വരുത്തി തുടങ്ങുകയാണെങ്കിൽ കുറേ കൂടെ ലൈഫ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ടും മീനിങ് ഫുള്ളായിട്ടൊക്കെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ അവസാനം വരുമ്പം ഭയങ്കര റിഗ്രറ്റ്സ് ആയിരിക്കും. എന്തിനാണ് അത്തരം റിഗ്രറ്റ്സ്? അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആർ ദിവ്യശ്രീ ആയിരുന്നു. താങ്ക് യു മാം, ഇത്രയും സമയം ചെലവഴിച്ചതിന്.